അമേരിക്കയുടെ പുതുവത്സര സമ്മാനം 2026 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് 500% ടാരിഫ്, അതിനേക്കാളും തന്നെയൊക്കെ ബാൻ ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ഉപരോധം. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങുന്നു. ലിൻസി ഗ്രഹാം സെനറ്ററാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വളരെ സീനിയറായിട്ടുള്ള ആളാണ്. അയാൾ പറഞ്ഞു ഉക്രൈൻ യുദ്ധത്തിൽ പാവങ്ങൾ കൊല്ലപ്പെടുന്നു, അതിൻ്റെ പിറകിൽ ഇന്ത്യയും ചൈനയും ബ്രസീലും വാങ്ങുന്ന ക്രൂഡാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പേര് ഇന്ന് എടുത്തു പറഞ്ഞു ഇന്ത്യക്കെതിരെ 500% ടാരിഫ് ഏർപ്പെടുത്തും. ഇന്നത്തെ റഷ്യയും ചൈനയും ബ്രസീലിന്റെയും പേര് ചുമ്മാ എടുത്ത് അവർക്കെതിരെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, റഷ്യൻ ഓയിൽ ഓൾമോസ്റ്റ് ഇന്ത്യ നിർത്തി. ഈ പ്രസ്താവന, ട്രംപിന്റെ പ്രസ്താവന വന്ന ശേഷം, അതായത് അതിനു മുമ്പ് ബ്ലൂംബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ന്യൂസ് പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ആർട്ടിക്കിൾ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് റിലയൻസ് ആണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ റഷ്യൻ ക്രൂഡ് ഷാഡോ ഫ്ലീറ്റ് വഴി വാങ്ങുന്നത്. റോസ്നെറ്റിൽ നിന്നല്ല, അതേപോലെ തന്നെ ലൂക്ക് ഓയിലിൽ നിന്നല്ല, ഇവിടുന്നാണ് മറ്റുള്ള റഷ്യൻ കമ്പനികളിൽ നിന്നും ഈ പറയുന്ന ലൂക്ക് ഓയിലിൻ്റെ, റോസ്നെറ്റിൻ്റെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഷാഡോ ഷിപ്പിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. പെട്ടെന്ന് റിലയൻസിൻ്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. ആ റിലയൻസിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വിചാരിച്ചോളുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിലയൻസിനെ കൊണ്ട് കൊടുപ്പിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു അവർ വാങ്ങുന്നില്ല, റഷ്യൻ ഓയിൽ ജാംനഗർ റിഫൈനറിയിൽ വാങ്ങുന്നില്ല. ആ ഏർപ്പാട് അവർ പൂർണ്ണമായിട്ട് നിർത്തി. ഈ നടക്കുന്ന 2026 ജാനുവരി ഒരൊറ്റ ഷിപ്മെന്റ് പോലും റഷ്യയിൽ നിന്നും അവർ വാങ്ങുന്നില്ല. ഒരു കാര്യം വളരെ കൃത്യമാണ്, റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇന്ത്യ ഏകദേശം കുറച്ച് വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്, മറ്റുള്ള കമ്പനികളിൽ നിന്നും വരുന്നുണ്ട്. ഏകദേശം ഇന്ത്യ ഗവൺമെന്റ് അത് പൂർണ്ണമായിട്ടും നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ചോദ്യം, പിന്നെന്താ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ലിൻസി ഗ്രഹാം സെനറ്റർ മറ്റുള്ളവര് ഇന്ത്യക്കെതിരെ 500% ഈ സംഭവം, അതായത് ട്രേഡ് ടാരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്ത്? ഇതാണ് റിയൽ ആയിട്ടുള്ള ഈ സ്റ്റോറിയുടെ പുറകിലുള്ള, ഇതിൻ്റെ പിറകിലുള്ള കഥ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൾക്കാർ പറയുന്നു അതിൻ്റെ പുറകിലൊരു സംഭവം കാണും. ഇത് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസ് സീസൺ, അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണമാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. അതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമല്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ അധികവും കാത്തലിക്സ് ആണ്, വളരെ ലിബറൽ ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള കാത്തലിക്സ് ആണ്. അമേരിക്കൻ കാത്തലിക് ഡിഫറൻ്റ് ആണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത്, ഇവർ ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ്. ഇവർ സോഫ്റ്റ് അല്ല. ഇവർ ഭയങ്കര കൺസർവേറ്റീവ് ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഹാർഡ് കോർ ആയിട്ടുള്ള കൺസർവേറ്റീവ് കാത്തലിക്സ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇന്ത്യയിൽ ഈ ക്രിസ്മസ് സംഭവത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടന്നു, ഇത്രയും വലിയ സംഭവം ഗ്ലോബലായിട്ട് പോയി. ഗ്ലോബലായിട്ടുള്ള മീഡിയ, അമേരിക്കൻ മീഡിയ ഒക്കെ ഇത് ഭയങ്കരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് പലരും ചോദിക്കുന്ന സംഭവമുണ്ട്, അമേരിക്കയിൽ എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, അവിടെ എത്രയോ പേര് വന്ന് ഫ്രീ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, പറയുന്നു. എത്രയോ അവിടെ അമേരിക്കൻസ് ഇതുമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, അമേരിക്കൻ ഒറിജിൻസ്. അവിടെ ഒന്നും പ്രശ്നമില്ല.
കാരണം അവരതിനുള്ള ഫ്രീഡവും സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനിക്ക് ബൈബിളും കൊണ്ട് നടക്കാൻ പറ്റില്ലേ? അവരുടെ ഒരു ക്രിസ്മസ് സാന്താക്ലോസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗാസിയാബാദിൽ ഒരു പള്ളിക്കകത്ത്, അതായത് പെൻഡക്കോസ്റ്റൽ ചർച്ചിനകത്ത് രാജു ശിവദാസ്, ഒരു മലയാളിയുടെ പാസ്റ്റർ, അത് ഗ്ലോബലായി ആ സംഭവം ആ പറയുന്ന സനാതനി ആയിട്ട് വന്ന് എങ്ങനെയാണ് യേശു ക്രിസ്തു ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടായത്, ഇത് ഞാൻ അന്നേ പറഞ്ഞു സിമ്പിളല്ല. ഇത് മറ്റുള്ള രാജ്യങ്ങളെ പോലല്ല അമേരിക്ക ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കാര്യത്തിൽ. ഒരു ഉദാഹരണം പറയാം. ട്രംപ് അഡ്മിനിസ്ട്രേഷനും റിപ്പബ്ലിക്കൻ പാർട്ടിയും വന്ന ശേഷം അമേരിക്കയിൽ ഉണ്ടായ സംഭവമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയൻ. ക്രിസ്ത്യൻ, വേറൊന്നുമില്ല. എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയൻ ക്രിസ്ത്യൻ ഉണ്ടാക്കിയത്? എന്നിട്ട് അമേരിക്കയുടെ പോളിസി നിങ്ങൾ ആലോചിക്കുക. ലോകത്തെവിടെയെങ്കിലും ക്രിസ്ത്യൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അമേരിക്ക ഇടപെടും. അതെല്ലാവരും ധാരണ നൈജീരിയ അങ്ങനല്ല, ലോകത്തെവിടെയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് പോയി അമേരിക്കൻ അവിടെ നൈജീരിയയിൽ പോയി ബോംബ് ചെയ്യുന്നത്. വെനൂസിലെ ഇഷ്യൂ നിങ്ങൾക്കറിയാം എന്താ. ബേസിക്കലി അമേരിക്കയെ പ്രകോപിച്ചതിൻ്റെ കാര്യം കച്ചവടം പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് പെൻഡക്കോസ് പാസ്റ്റർമാരെ ജയിലിലാക്കി നിക്കോളാസ് മഡറോ. അമേരിക്ക അത് പിടിച്ചെടുത്തിട്ട് അയാളെ ജയിലിൽ കൊണ്ടുപോയിട്ട് ആദ്യം ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം. 24 മണിക്കൂറിനുള്ള അവരെ മുഴുവനെ റിലീസ് ചെയ്തു. ഫസ്റ്റ് ആദ്യം ചെയ്ത ജോലി ഇതാണ്. ആ ജയിലിൽ കിടക്കുന്നവരെ മുഴുവന്, അതായത് പാസ്റ്റർമാരെയും ക്രിസ്ത്യൻ വർക്കേഴ്സിനെയും മിഷണറി വർക്കേഴ്സിനെയും മുഴുവനെ റിലീസ് ചെയ്തു. ഇതിനകത്ത് ആരും കാത്തലിക്സിനെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇവരെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്താണ് ഇറാന്റെ പ്രശ്നം? നേരത്തെ ഒന്നും ഇറാനിലൊന്നും അമേരിക്ക ഇടപെടുത്തൊന്നുമില്ല, ഈ പരസ്യമായിട്ട് പറയത്തൊന്നുമില്ല. അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ 12-13% ക്രിസ്ത്യൻസ് ആണ്. മസാ അമീനി ഉൾപ്പെടെ മരിച്ചു പോയത്. അപ്പൊ അവർക്കെതിരെ വെടിവെക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. അത് ഉരുത്തിരിഞ്ഞ് ഇസ്രായേലുമായിട്ട് പ്രശ്നമുണ്ടായി, അത് എസ്കലേറ്റ് ചെയ്യുന്നു. ഫൈനലി അമേരിക്ക കൊണ്ട് ബോംബ് ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രതിഷേധക്കാർക്കെതിരെ വെടിവെച്ചാൽ ഞങ്ങൾ ഇടപെടും. ലോക്ഡ് ആൻഡ് ലോഡഡ് ആ വാക്കാണ് ഉപയോഗിച്ചത്. അതായത് ഇടപെടും. പിന്നീട് എന്താ ഉണ്ടായത്? ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു പ്രതിഷേധക്കാരെ വെടിവെക്കില്ല. ഏകദേശം 36 പേര് മരിച്ച ശേഷമാണ് അവർ പറയുന്നത് വെടിവെക്കില്ല. ഇന്ത്യക്കെതിരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഇതാണ്, ഈ 500% ടാരിഫ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രയും പ്രശ്നം കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഒറ്റ വാക്കും മിണ്ടിയില്ല. ഇത് ഗ്ലോബലായിട്ടങ്ങ് പോവുകയും ചെയ്തു. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ചെയ്തത് തെറ്റാണ്, ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നില്ല. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് നിശബ്ദമായി. നോക്കൂ, അതെല്ലാം കഴിഞ്ഞ് എന്നാണിത് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ്? എന്നാണ് ലിൻസി ഗ്രഹാം ഇതുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തേക്കുന്നത്? അവർ വെയിറ്റ് ചെയ്തു, എന്ത് ആക്ഷനാണ് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അവർക്ക് വലിയ ഗാർലാൻഡ് കൊടുത്ത് വലിയ സ്വീകരണം റായ്പൂരി കൊടുക്കുന്നു. ചില പള്ളികളൊക്കെ കത്തിച്ച് ഊര കളയുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്, പല സംഘപരിവാരക്കാരും വിചാരിക്കുന്നത് ഇതൊക്കെ വളരെ നിശബ്ദമായിട്ട് ലോകം അക്സെപ്റ്റ് ചെയ്തില്ല. ഇതുണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കകത്തല്ല പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ ടാരിഫും ബിസിനസ് വേറെ കാര്യം. ഇന്ത്യക്കാര് വിദേശത്തുള്ളവരെ ഹണ്ട് ചെയ്യും. അതിൻ്റെ 2ാമത്തെ സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. അത് അമേരിക്ക മാത്രമല്ല, കാനഡയും വെറുതെ വിടത്തില്ല, ഓസ്ട്രേലിയയും വെറുതെ വിടത്തില്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്ത്യക്കാരെ കയറി മാന്താൻ പോവാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ആദ്യം നേരത്തെ കഴിഞ്ഞ് H1B വിസ, ഗ്രീൻ കാർഡ്, ഇന്ത്യക്കാരെ പുറത്താക്കുന്നു. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ 13,000 ഇന്ത്യക്കാരെ ഒറ്റയടിക്ക് പുറത്താക്കുന്നു. ഇതെല്ലാം ഫോളോ ചെയ്യും യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും. ഞാൻ പല ആവർത്തി പറയുകയാണ്, ഇന്ത്യക്കാരെ ഗ്ലോബലായിട്ട് ഇത് ബാധിക്കും. ഉള്ള എയർപോർട്ടിൽ മുഴുവനും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും.
കാരണം എല്ലാവരും വിചാരിക്കുന്ന ഈ രീതി ഇവരെല്ലാം ഇന്ത്യക്കാരാണ്. ഇതിൻ്റെ അകത്ത് ക്രിസ്ത്യാനികളെയും പിടിക്കും, മുസ്ലിങ്ങളെയും പിടിക്കും, എല്ലാവരെയും കയറി പിടിക്കും. അൾട്ടിമേറ്റൊന്നും ഇന്ത്യക്കാര്. ഇതാണ് ഞാൻ പറയുന്നത്. ചെറിയ ഓരോ പ്രശ്നങ്ങൾ അത് വലിയ എസ്കലേറ്റ് ചെയ്ത് വലിയൊരു ഇഷ്യൂ ആയി കഴിയുമ്പോൾ ഡിജിറ്റൽ ലോകത്ത് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പണ്ട് ഇതിന് വലിയ പ്രാധാന്യം കിട്ടാൻ സമയമെടുക്കുമായിരുന്നു. പക്ഷെ ഡിജിറ്റൽ ലോകത്ത് ഇവർ ചെയ്യുന്നവർ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഗ്ലോബൽ വൈറലാവുന്നു. മറ്റുള്ള രാജ്യങ്ങൾ അത് റിയാക്ട് ചെയ്യും. അതാണ് മോദിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതേ ഉദ്ദേശം മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഇതേപോലെ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് വളരെ സൈലന്റ് ആയിട്ട് പുള്ളിക്ക് വിശ്വഗുരു എന്നും പറഞ്ഞ് നടക്കത്തില്ല. അതുകൊണ്ടാണ് മോഡിയുടെ ഈ പറയുന്ന എത്രമാത്രം ശ്രമിച്ചിട്ടും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ അകത്തോട്ട് കയറാൻ ഇന്ന് മോദി ഗവൺമെന്റിന് പറ്റുന്നില്ല. നിങ്ങൾ കണ്ടോ, ട്രംപ് കളിയാക്കുവാണ്. 70 വർഷം എടുത്തു നോക്കുക. കഴിഞ്ഞ 70 വർഷം ഏതെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുള്ള ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ട് ഇതേപോലെ? സാറിന് വിളിക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, അപ്പാച്ചെ ഹെലികോപ്റ്റർ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥന്മാർക്ക്, ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി ഡെപ്യൂട്ടി അഡ്വൈസർ, ഇവർക്കൊന്നും അമേരിക്ക അഡ്മിനിസ്ട്രേഷനിൽ എത്താൻ പറ്റുന്നില്ല. അവിടുത്തെ അമേരിക്കൻ ഫോറിൻ ഓഫീസിൽ എത്താൻ പറ്റുന്നില്ല. അമേരിക്കൻ ഡിഫൻസ് ഓഫീസിൽ എത്താൻ പറ്റുന്നില്ല. പണ്ട് എന്തോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തൊക്കെ നരേറ്റീവ്സ് ആണ് ഇന്ത്യയിൽ പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുന്നു, ഇവിടെ ഫോൺ എടുക്കുന്നില്ല, മോഡി ഇത് തള്ളിക്കളഞ്ഞു. ഞാൻ ഇതൊക്കെ ചുമ്മാതാണ്. അമേരിക്ക എന്ന് പറഞ്ഞ പവർഫുൾ രാജ്യമാണ്. ആദ്യം മനസ്സിലാക്കുക, പവർഫുൾ രാജ്യമാണ്. അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യ ഒരു പുല്ലുമല്ല, ബിഗ് സീറോയാണ്. അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ കൂടാണ് ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നത്. ഇന്ത്യക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നു. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. രണ്ടാമതൊരു പോയിന്റ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് ഇതെല്ലാം ഇവാഞ്ചലിക്കൽ ഹാർഡ് കോർ ആണ് ഈ സാധനം. അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴും ബൈബിളും പൊക്കി പിടിച്ചു നടക്കുന്ന കാര്യം എന്താ? അയാളിത് അക്സെപ്റ്റ് ചെയ്തില്ല ഈ സംഭവം. ട്രംപ് ഒരു ഹാർഡ് കോർ ക്രിസ്ത്യനാണ്. അതേപോലെ ഇന്ത്യയിലുള്ള പെന്തക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽ ആളുകൾക്ക് അമേരിക്കയിലുള്ള അവരുമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമേരിക്കയിലെ പല ലീഡേഴ്സും ഞാനിത് നേരിട്ട് കണ്ടതാ. ഇവരെല്ലാം അവിടുത്തെ ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്റ്റ് സദേൺ ബാപ്റ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ചർച്ചുകളിലെ പാസ്റ്റർമാരും എൽഡർമാരും അതിൻ്റെയൊക്കെ സീനിയർ പോസ്റ്റിലിരിക്കുന്നവരാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അവരെ അറിയാവുന്ന അവരുടെ ഈ പറയുന്ന പെന്തക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽക്കാരെ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ചർച്ചിൽ കയറി ബഹളമുണ്ടാക്കി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ നിശബ്ദമായിട്ട് അവർ നോക്കിയിരിക്കുന്നു. ആരും നോക്കിയിരിക്കുന്നൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഇന്ത്യ അങ്ങോട്ട് കയറ്റുന്നില്ല. ഇതാണിപ്പോൾ അടുത്തത്. അത് പുറമേ പറയത്തില്ല, പക്ഷെ പുറമേ പറയുന്നൊരു ദിവസം ഉണ്ടാവും. അത് പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന ലോകരാജ്യങ്ങൾ ഒറ്റയടിക്ക് ഇന്ത്യ താറുമാറാക്കി കളയും. അതായത് താറുമാറാക്കി ചവിട്ടിക്കൂട്ടും. അതായത് ഇന്ത്യയുടെ ഇമേജ് ചവിട്ടിക്കൂട്ടും. അതുകൊണ്ടാണ് മോദി എവിടെയും പോകാത്തത്, പേടിച്ചിരിക്കുന്നത്. ട്രംപിനെ ഫേസ് ചെയ്യാൻ പേടിയ. അതാണ് ട്രംപിനെ ഫേസ് ചെയ്യാൻ മോദിക്ക് ഭയമാണ്. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല. മണിപ്പൂർ ഇഷ്യൂവിന്റെ പേരിൽ മോദി അവിടെ പോകുന്നതിന് മുമ്പ് മണിപ്പൂർ മുഖ്യമന്ത്രിയെ മാറ്റി. അത് ട്രംപിന്റെ അവർ കൊടുത്ത ഒരു അന്ത്യശാസനമായിരുന്നു മാറ്റുക. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ല റഷ്യൻ ഓയിൽ മേടിച്ചതും ഇതൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അകത്തെല്ലാം ഒരു ബാക്ക്ഡോർ ടോക്സ് ഉണ്ട്. അതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ലീഡേഴ്സിന് അവിടെ പോയി അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ പോയി കാണാനും സംസാരിക്കാനും ജിയോ പൊളിറ്റിക്സിന്റെ ഇന്ത്യയുടെ പ്രാധാന്യം നോക്ക് നിങ്ങൾ. ഇവിടെ ഇന്ത്യയുടെ ഒരു മന്ത്രിക്ക് അമേരിക്കയുടെ അതേ പൊസിഷനിലുള്ള ഒരു മന്ത്രിയുടെ ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല.
ഓപ്പറേഷൻ സിന്ദൂർ പോലും അമേരിക്കയിൽ അവതരിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. അന്ന് ഞാനിത് പറഞ്ഞു, ഇത് ഫ്ലോപ്പാണ് ഈ പോകുന്ന ഡെലിഗേറ്റ്സ് അല്ല. അന്നാരും വിശ്വസിച്ചില്ല. ഇന്ന് വിശ്വാസമായി. JD വാൻസിനെ പോലും കാണാൻ പറ്റുന്നില്ല. അവസാനം അവിടെ കൂടുന്നൊരു ഫോട്ടോ എടുത്ത് തിരിച്ചിങ്ങ് പോകുന്നു. ഇതാണ് ഇഷ്യൂ. അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അവിടെ ഈ പറയുന്ന ട്രംപ് മാറി സക്സസർ ആര് വന്നാലും ഇത് തന്നെ ആയിരിക്കും. അതാണ് അമേരിക്കയുടെ യൂണിപോളാർ വേൾഡ് എന്ന് പറയുന്നതിന്റെ പവർ. അതാണ്. അവർക്കാരെയും പേടിയൊന്നുമില്ല. ഇന്ത്യക്കെതിരെ 500% ടാരിഫ് വന്നു കഴിഞ്ഞാൽ അത് വെറുതെ പറഞ്ഞു, അതിങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. അതായത് ലിൻസെ ഗ്രഹാം അല്ലൊരു ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് 600, 700, 1000 പോയി ടച്ച് ചെയ്തു. കാരണം ഇന്ത്യ ട്രേഡ് നടത്തുന്നത് ഇങ്ങനെ. ഏകദേശം കഴിഞ്ഞ വർഷം 2025 രൂപയുടെ വാല്യൂ പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ഗോൾഡ് അസറ്റ് എല്ലാം കൂടെ വിറ്റിട്ട് എത്രയാണ്, ഏകദേശം 35 ബില്യനാണ് നമ്മൾ ഡോളർ വാങ്ങിയത് മാർക്കറ്റ് ചെയ്യുന്നു. ബാക്കിയെല്ലാം ഉണ്ടാക്കി വെച്ച ഫാബ്രിക്കേറ്റഡ് കണക്കുകളാണ് ഇതൊക്കെ മുഴുവനും. അതാണ് ഞാൻ പറഞ്ഞ ചുമ്മാ അടിക്കുന്ന കണക്കുകളാണ്. ഒരു തകരാൻ പോകുന്ന ബിസിനസ്സുകാരൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ലോണുണ്ട്. അയാളോട് എപ്പോൾ ചോദിച്ചാലും ബിസിനസ് നല്ലപോലെ പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? പിന്നീട് സുപ്രഭാതത്തിൽ അറിയാം എല്ലാം കൂടെ പൂട്ടിക്കെട്ടി അവനെ സ്ഥലം വിടും. അതൊക്കെ പഴയ എക്കോണമി ശൈലിയാണ്. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എക്കോണമി വളരെ സ്ട്രെങ്തൻഡ്, വളരെ സ്ട്രോങ് ആണ്, ബേസ് ഉണ്ട്. പക്ഷെ ഇന്ത്യക്കാരുടെ സ്ഥിതി എന്താകും? അവിടെയുള്ള വിദേശത്തുള്ള സിമ്പിൾ അല്ല ഇത്. ചുമ്മാ ചൈനയുടെയും ബ്രസീലിൻ്റെയും പേര് പറഞ്ഞ് ഇന്ത്യക്കെതിരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റായിട്ടാണ്. അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. കാരണം ഇന്ത്യയുടെ എക്കോണമി അമേരിക്കൻ എക്കോണമിയെ ഡോളറിനെ ബേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അവരെന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഈ 500% എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ട്രംപിന് മോദിയുമായിട്ട് ഇനി പഴയ പോലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവർ തമ്മിൽ ശരിക്കും ട്രംപ് അടുക്കുന്നില്ല. അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു പിടിയുടെ ട്രംപിന് യാതൊരു താല്പര്യമില്ല മോദിയുമായിട്ട് പഴയ രീതിയിൽ മുന്നോ. അല്ലെങ്കിൽ അത് പറയുന്നത് മോദി കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ എന്താണ് സംഭവിച്ചത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത്രയും അകലാനുണ്ടായ കാരണം? ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് റീസൺ ഉണ്ടായത്? സ്പെഷ്യലി നിങ്ങൾ ട്രംപ് പൊട്ടനും കിട്ടുന്നൊന്നും പറയരുത്. അയാൾ അത്രയും ഓവർ സൂപ്പർ സ്മാർട്ടായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നോക്ക് വെനീസില് നോക്ക്. അടുത്ത ഞാൻ വീഡിയോയ്ക്ക് പറയാം. 2 റഷ്യയുടെ ടാങ്കർ അടിച്ചോണക്ക് പോയി. പുടിൻ വായി നോക്കിയിരുന്നു എയർപോർട്ട് ആകാശത്ത്. അവിടെ യൂണിപോളാർ വേൾഡായിട്ട് മാറി, മൾട്ടി പോളാർ അല്ല. ഇവിടെ ഇന്ത്യക്ക് എന്ത്, മോദിക്ക് എന്ത് കുന്തം ചെയ്യാൻ സാധിക്കും? പുടിന് ചെയ്യാൻ സാധിക്കുന്നില്ല, ചൈനയ്ക്ക് പറ്റുന്നില്ല. പിന്നെന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. അതിൻ്റെ കൂടെ ക്രിസ്ത്യൻ ഇഷ്യൂ കൂടെ കയറി വന്നു. ഒരു കാര്യം പറയാം, വ്യാപാരം നടന്നാലും ഇല്ല എങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപിനും ബന്ധമുണ്ട്. മലയാളിയായ സ്റ്റാൻലി ജോർജ്, അദ്ദേഹം പെൻസിൽവാനിയാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡറാണ്. കുമ്പനാട് സുധി, അദ്ദേഹം ഇവിടെ ഫിക്കോൺ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞ് 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ അറ്റാക്കൊക്കെ വലിയ സംഭവം സീരിയസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അമേരിക്കയുടെ ഈ ട്രംപിന്റെ ക്രിസ്ത്യൻ അഡ്വൈസറുണ്ട്. അത് ഇവിടുത്തെ ചില ക്രിസ്ത്യൻ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. നേരിട്ട് കൊണ്ട് പരാതി കൊടുത്തു. കാരണം ഈ പോക്ക് പറ്റില്ല. കാരണം ഇത്രമാത്രം മിഷണറിയും മറ്റോ ചാരിറ്റിയും വർക്ക് ചെയ്യുന്നതാണ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ. ഇതേപോലെ ബജ്റാങ് ദളും RSS അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ നിൽക്കുകയാണ്. ഇത് ഫർദർ എങ്ങനെ പോകും? അതായത് മനസ്സിലാക്കുക, ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷനുമായിട്ടും, അതായത് പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ, പെന്തക്കോസ്, അതേപോലെ തന്നെ കാത്തലിക്, കാരണം ഇപ്പോഴത്തെ പോപ്പ് അമേരിക്കനാണ്, ഇവരുമായിട്ടൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ശക്തമായ ബന്ധമുണ്ട്.
അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി CIA ഇന്ത്യയിൽ വ്യാപകമാണ്. BJPക്കകത്തുണ്ട്, കോൺഗ്രസ് പാർട്ടിയിലുണ്ട്, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ട്, ഇന്ത്യയിലെ സൈന്യത്തിലുണ്ട്, ഇന്ത്യയിലെ പാരാമിലിറ്ററിയിലുണ്ട്, ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റ്സിലുമുണ്ട്, ഇന്ത്യയിലെ മീഡിയയിലുമുണ്ട്. അത്രമാത്രം പ്രസൻസ് ഉള്ള ഒരു സംഭവമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഇന്ത്യയിൽ. കാരണം അമേരിക്ക അത്രമാത്രം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഒറിജിൻസ് അമേരിക്കയിലുണ്ട്. നാച്ചുറലി അതിവിടെ കണ്ടിരിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. ട്രംപിനെ പ്രകോപിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ട്രംപ് പബ്ലിക് സ്റ്റേജിൽ ഇന്ത്യയെ കളിയാക്കി നാശമാക്കി. അതിന് കാരണം ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും ഒന്നും അല്ല. അല്ലാതെ ലോകം മുഴുവനെ ശ്രദ്ധിക്കുവാണ് ഇന്ത്യ ഇങ്ങനെ കളിയാക്കുന്നത് സത്യം. ലോകം അതിശയത്തോടെ ഇന്ത്യയെ നോക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇപ്പോഴാണ് കറക്റ്റായത്. ഇപ്പോൾ ലോകം മുഴുവനും നോക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ കളിയാക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഡിഫൻസ് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പാച്ചെ ഹെലികോപ്റ്റർ ഡെലിവറി പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് അവിടെ കാലേ പിടിക്കാൻ പോയത്. സാർ ഞാനൊന്ന് വരട്ടെ, കാണട്ടെ. ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നും പ്രധാനമന്ത്രി മോദിക്കില്ല. ചിലപ്പോൾ തമാശന് പറഞ്ഞതായിരിക്കും, പക്ഷെ ഇറ്റ്സ് വെരി സീരിയസ്. കാരണം പബ്ലിക്കിന്റെ മുമ്പിലാണ് മോക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥിതി ഇതാണ്. അതായത് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ പരാജയമാണ്. ഇതിനാണ് പ്രത്യേകിച്ച് സൊല്യൂഷൻ. ഒന്നില്ലെങ്കിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കയുമായിട്ട് ബന്ധങ്ങൾ കട്ട് ചെയ്യുക. അമേരിക്കയുമായിട്ട് ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും കട്ട് ചെയ്താൽ മനസ്സിലാക്കുക, അമേരിക്ക ഇന്ത്യയെ നശിപ്പിക്കും. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. എല്ലാ രീതിയിലും നശിപ്പിച്ചു കളയാം. കാരണം അതാണ് ആ രാജ്യം. നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ, ഇപ്പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ബംഗ്ലാദേശ്, അപ്പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൈന. അതുമാത്രം തലയിലെടുക്കാം. ഇതൊക്കെ എന്നും എപ്പോഴും എവിടെയും കയറാൻ തയ്യാറാക്കി അവർ വെച്ചേക്കും. ഇതാണ് ഇന്ത്യൻ സ്ട്രാറ്റജിക് ഡിപ്ലോമസിയിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഒരു സൂപ്പർ പവറായ അമേരിക്കയ്ക്ക് എവിടൊക്കെ വരെ കയറാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി ഡെപ്തായിട്ട് പിടികിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് മനസ്സിലാകാം എന്താണ് ആ പവർ, അതിൻ്റെ മുമ്പിൽ എന്താണ് ഇന്ത്യ. പക്ഷെ ഇത്രയും നാൾ ഇന്ത്യ പോയത് വളരെ ഡിപ്ലോമാറ്റിക്കലി ആയിരുന്നു. അതിനെ നശിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഓപ്പറേഷൻ സിന്ധുവിനകത്ത് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യ ഇത്രയും വഷളാകാനുണ്ടായ കാരണം ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയും. ഇഷ്യൂ എന്താണ്, യഥാർത്ഥ ഇഷ്യൂ ഓപ്പറേഷൻ സിന്ധുവിൽ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇത്രയും വഷളായത്, എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ റിക്വസ്റ്റ് മുഴുവൻ തള്ളിക്കളയോ. എനിക്ക് തോന്നുന്നില്ല ട്രേഡ് ഡീൽ നടക്കുമെന്ന്. ഫർദർ പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇന്ത്യയുടെ ബജറ്റ് വരാൻ പോകും ഒരു 2-3 ആഴ്ച കഴിഞ്ഞ്. ഫോറിൻ റെമിറ്റൻസ് വല്ലാതെ കുറഞ്ഞു. ഇന്ത്യയുടെ എക്കോണമിയെ ഡീപ്പായിട്ട് ബാധിക്കാൻ പോവുക. പക്ഷെ നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരാകും. അത് ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഓരോന്നായിട്ട് സംഭവിക്കുകയാണ്. അത് സംഭവിക്കാതിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളെപ്പോലെ എൻ്റെ ആഗ്രഹം. ഗ്ലോബലായിട്ടുള്ള ഇന്ത്യക്കാരെ ഇത് ബാധിക്കും. അത് ബാധിക്കരുത്. റിലേഷൻഷിപ്പ് നല്ലപോലെ പോകണം. നിങ്ങളെപ്പോലെ തന്നെ അത് ഞാനും ആഗ്രഹിക്കുന്നു.